ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സൂപ്പർ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുട്ട് റെസിപ്പി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കപ്പിന് ഒരു 2.5 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം പുട്ടിന് വേണ്ടി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കരണ്ടടുപ്പാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് 2 മിനിറ്റോളം വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. ഇത് ആയി വരുമ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 ക്യാരറ്റ് അതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പുട്ടിൽ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഒരു ബീറ്റ്റൂട്ട്, ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ബീറ്റ്റൂട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു 2 പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിയാം. അതിനുശേഷം ഒരു 3 മുട്ട അതുകൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിലും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എടുത്ത് വയ്ക്കുക. അതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം സൂക്ഷിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, ആ കളറൊന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഇനി കുറച്ച് കറിവേപ്പില ജസ്റ്റ് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മുട്ട ചിക്കി എടുക്കുന്നത് പോലെ ചിക്കിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അതിലേക്ക് കുറേശ്ശെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ചേർക്കാതിരുന്നത് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആയി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ പച്ചമുളക് കൂടി നമുക്ക് അരിഞ്ഞ് കൊടുക്കാം. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്ക് പുട്ടുപൊടി നനയ്ക്കാനുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പുട്ടുപൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നനച്ചെടുക്കാം. പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവണം. എന്നാലാണ് നമ്മുടെ പുട്ട് നന്നായിട്ട് പെർഫെക്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ വെന്തതിന് ശേഷം പുറത്തേക്ക് എടുക്കുമ്പോൾ ആ പുട്ടിൻ്റെ ആ കുറ്റിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ പുട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വറക്കുമ്പോഴായാലും അതിൻ്റെ ആ പാകത്തിനായെങ്കിൽ മാത്രമേ പുട്ട് ശരിയായി കിട്ടുള്ളൂ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഒരു രീതിയിലുള്ള പുട്ട് ഇവിടെ തയ്യാറാവാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച്
തേങ്ങ കൂടി ചേർത്തിട്ട് നമ്മളൊരു 8 മിനിറ്റോളം ഇത് ആവി കയറ്റി വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പുട്ട് തന്നെ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഞാൻ പല രീതിക്ക് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പല രീതിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൂടെ ഞാൻ കൂടെ വയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പുട്ടും ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ക്യാരറ്റ്, മുട്ട ഇതൊക്കെ ചേരുമ്പോൾ ഈ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് മാറ്റി മറിച്ചും ഒക്കെ നന്നായിട്ട് പുട്ടുപൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടിയിൽ മുട്ട ഫില്ല് ചെയ്തതിന് ശേഷം മുകളിൽ പൊടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.